നമസ്കാരം, കോച്ച് രാജേഷ് ആണ്. ടോപ്പിക് ഡിഫെൻഡിങ് ആണ്. നമ്പർ 2 അഗെയിൻസ്റ്റ് നമ്പർ 11 ആൻഡ് നമ്പർ 3 അഗെയിൻസ്റ്റ് നമ്പർ 7. ഈ നമ്പറിംഗ് സിസ്റ്റത്തെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം. നമ്പർ 2 എന്ന് പറയുന്ന റൈറ്റ് ബാക്ക്, നമ്പർ 11 is left forward, number 3 is left back and number 7 is right forward. ബേസിക്കായിട്ട് 1v1 ഡിഫെൻഡിങ് തന്നെയാണ്. അറ്റാക്കിംഗ് ടീമിന്റെ അറ്റാക്കിംഗ് സോണിലും ഡിഫെൻഡിംഗ് ടീമിന്റെ ഡിഫെൻഡിംഗ് സോണിലും നടക്കുന്ന 1v1 ഡിഫെൻഡിംഗ് ആണ് ഈ വിങ്ങേഴ്സ് തമ്മിലുള്ള. 1v1 നമ്മൾ ഡിഫെൻഡിംഗ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കണം. ഓപ്പണിന്റെ കാലിൽ പന്ത് കിട്ടിയാൽ ഉടൻ തന്നെ സ്ലോ ഡൗൺ ചെയ്യുക, അതിനുശേഷം ക്ലോസ് ഡൗൺ ചെയ്യുക, ടാക്ലിംഗ് ഡിസ്റ്റൻസിലേക്ക് എത്തുക. ടാക്ലിംഗ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ കാല് നീട്ടിയിട്ടാൽ ബോൾ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ആസ് സൂൺ ആസ് യു റീച്ച് ദെയർ ബി ഇൻ ജോക്കി പൊസിഷൻ, സൈഡ് ഓൺ ആയിട്ട് നിൽക്കുക. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ പ്ലെയറിനെ അകത്തോട്ടോ പുറത്തോട്ടോ കളിപ്പിക്കാം. അതായത് യു ക്യാൻ എയ്തർ ഫോഴ്സ് ഹിം ഇൻ ഓർ ഫോഴ്സ് ഹിം ഔട്ട്. അത് കഴിഞ്ഞാൽ ക്ഷമ കാണിക്കുക, കണ്ണുകൾ ബോളിൽ തന്നെ നിർത്തുക. ഐസ് ഓൺ ദ ബോൾ വിത്ത് പേഷ്യൻസ്. As soon as he makes a move, make sure you put your body between the ball and the player. Watch this video closely for more clarification. ഇവിടെ നമ്പർ 2ന്റെ ഡിഫെൻഡിംഗ് സോണിൽ നമ്പർ 2 നമ്പർ 11നെ ഫോഴ്സ് ഔട്ട് ചെയ്യാണ്, അതായത് പുറത്തോട്ട് കളിപ്പിക്കുകയാണ്. ആസ് യു ക്യാൻ ക്ലിയർലി സീ ഇൻ ദിസ് വീഡിയോ, നമ്പർ 2 സ്പീഡിൽ പ്രസ് ചെയ്യാണ്. ബോൾ 11ന്റെ കാലിൽ കിട്ടിയ ഉടൻ തന്നെ സ്ലോ ഡൗൺ ചെയ്ത് ക്ലോസ് ഡൗൺ ചെയ്യാണ്. നെക്സ്റ്റ് ടാക്ലിംഗ് ഡിസ്റ്റൻസിൽ എത്തിയിട്ട് സൈഡ് ഓൺ ആയിട്ട് ജോക്കി പൊസിഷനിൽ നിൽക്കുകയാണ്. ദെൻ ഈസ് ഫോഴ്സിങ് ഹിം ഔട്ട്. അതിനുശേഷം ക്ഷമയോടെ കണ്ണ് ബോളിൽ തന്നെ ആക്കി നിൽക്കുകയാണ്. ഈസ് ഹാവിങ് ഹിസ് ഐസ് ഓൺ ദ ബോൾ ആൻഡ് ഷോയിങ് ലോട്ട് ഓഫ് പേഷ്യൻസ്. As soon as number 11 makes a move, he has his body between the ball and number 11. Perfect 1v1 defending. കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമ്പർ 2 നമ്പർ 11നെ ഫോഴ്സ് ഔട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്പർ 11 നമ്പർ 2നെ അകത്തോട്ട് കളിപ്പിക്കുകയാണ്. ഈസ് ഫോഴ്സിങ് ഹിം ഇൻ. അഗെയിൻ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടീം ടാക്ടിക്സ്. ഇനി സെയിം ഓപ്പോസിറ്റ് ഫ്ലാങ്കിൽ നമ്പർ 3 അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് നമ്പർ 7 അതായത് റൈറ്റ് ഫോർവേഡിനെ എങ്ങനെയാണ് പുറത്തോട്ട് കളിപ്പിക്കുന്നതെന്ന് നോക്കാം. Again, please be noted, this is happening at the defending zone of the number 2. ഇനി നമുക്കൊരു മാച്ചിൽ നമ്പർ 2നെ നമ്പർ 11 അവരുടെ സോണിൽ, അതായത് നമ്പർ 2ന്റെ ഡിഫെൻഡിങ് സോണിൽ അകത്തേക്ക് കളിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. See, the end result is the defending team is able to win the ball at the center. അപ്പോൾ നടുക്ക് വെച്ചിട്ട് ബോൾ വിൻ ചെയ്യുമ്പം അവർക്ക് ഫിനിഷ് ചെയ്യാൻ എളുപ്പമാണ്. ഇതേ കാര്യം ഓപ്പോസിറ്റ് ഫ്ലാങ്കിൽ നോക്കാം. രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ, അതായത് നമ്പർ 7 നമ്പർ 3 അകത്തോട്ട് കളിപ്പിക്കുകയാണ്. രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. Again, they are winning the ball at the center. See, in this second video, you can clearly see how beautifully number 7 is putting his body between ball and number 3. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അറ്റാക്കിംഗ് സോണിൽ അല്ലെങ്കിൽ ഒപ്പണന്റ് ഡിഫെൻഡിങ് സോണിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പം ടീം വർക്ക് ഹാസ് ടു ഫംഗ്ഷൻ. അതായത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത്, വിങ്ങിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്പർ 9 നമ്പർ 8 നമ്പർ 10 നമ്പർ 11 7 പിന്നെ 2 വിങ് ബാക്സ് 2 and 3 ഇതെല്ലാം കൂടെ ഒരു ടീമായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് 1v1 സക്സസ് കിട്ടുള്ളൂ. വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും.
ഇനി നമുക്ക് സാധാരണ പ്ലേയേഴ്സ് കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് നോക്കാം. ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്പർ 3 സ്പീഡിൽ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്ലോ ഡൗൺ ചെയ്യുന്നില്ല, കമ്മിറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്തിട്ട് സൈഡ് ഓൺ ആയിട്ട് ജോക്കി പൊസിഷനിൽ നിൽക്കുന്നില്ല, പകരം കാല് രണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഓപ്പണന്റ് രണ്ട് സൈഡിലോട്ട് കളിക്കാം, പ്ലസ് നട്ട്മഗും സംഭവിക്കാം. അടുത്ത ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ക്ഷമയില്ലായ്മ. പേഷ്യൻസ് ഇല്ലാതെ കാലിടുക, അതിലൂടെ നമുക്ക് ബോൾ ഈസി ആയിട്ട് പ്ലെയർ ഡ്രിബിൾ ചെയ്ത് പോകുന്നത് കാണാം. അടുത്തൊരു മേജർ മിസ്റ്റേക്ക് ആണ് ക്ലോസ് ഡൗൺ ചെയ്യാതിരിക്കുക. നമ്മൾ പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്തില്ലെങ്കിൽ ബോൾ ഇരിക്കുന്ന പ്ലെയറിന് തല പൊക്കി നോക്കി അയാളുടെ ഓപ്ഷൻസ് കാണാനും, ക്രോസ് ചെയ്യണമെങ്കിൽ ക്രോസ് ചെയ്യാം, പോസ്റ്റിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, പാസ് ചെയ്യണമെങ്കിൽ പാസ് ചെയ്യാം. അപ്പോൾ ആ പ്രഷർ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പ്ലെയറെ ക്ലോസ് ഡൗൺ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോയിൽ നമ്പർ 2 നമ്പർ 11നെ സ്ലോ ഡൗൺ ചെയ്യാതെ കമ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്ന കാണാം. നേരത്തെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പണന്റിന്റെ ഡിഫെൻഡിങ് സോണിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പം ടീം ഹാസ് ടു ഫംഗ്ഷൻ, അതായത് എല്ലാ നമ്പേഴ്സും മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്യണം. ഈ ഒരു വീഡിയോയിൽ നമ്പർ 7 നമ്പർ 3 അകത്തോട്ട് ഫോഴ്സ് ചെയ്ത് കളിപ്പിക്കുന്നുണ്ട്, പക്ഷെ മാൻ ടു മാൻ മാർക്കിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കളി അവർ ഓപ്പോസിറ്റ് ഫ്ലാങ്കിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇനി ഫുൾ ടീം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾവേസ് റിമെമ്പർ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ടീം ടാക്ടിക്സ്, നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, അകത്തോട്ട് കളിപ്പിക്കണോ പുറത്തോട്ട് കളിപ്പിക്കണോ, ഇതൊക്കെ നിങ്ങളെ കോച്ച് പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഡിഫെൻഡിങ്ങിൽ കമ്മ്യൂണിക്കേഷനും ടീം വർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓരോ ടീമിലും എങ്ങനെയാണോ അത് ഉണ്ടാവുക, അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ടാക്ടിക്സ് കോച്ച് ടീമിന് വേണ്ടി തയ്യാറാക്കുന്നത്. അടുത്ത ഈ വീഡിയോയിൽ നമ്പർ 3 ക്ലോസ് ഡൗൺ ചെയ്യാതിരിക്കുമ്പം നമ്പർ 7 ക്രോസ് ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വിങ്ങിൽ ബോൾ കിട്ടിയാൽ അപ്പം തന്നെ ക്ലോസ് ഡൗൺ ചെയ്യാൻ നോക്കുക, ഓപ്ഷൻസ് കട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്പർ 2 സെയിം മിസ്റ്റേക്ക് ചെയ്യാണ്, ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, അപ്പം പാസിംഗ് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് നമ്പർ 11ന്, അതുപോലെ ക്രോസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇൻഫാക്ട് 2ന്റെ ആ ഒരു മിസ്റ്റേക്ക് ഒരു ഗോളിലാണ് എൻഡ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് മാച്ചിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ചെറിയ അശ്രമത്വം മൂലം ടീമിന് ഗോൾ കൺസീഡ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് എൻഡ് സോണിലും 2 against 11, 3 against 7 എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് കാണിച്ചേക്കുന്നത്. അതേ കണക്ക് 7ഉം 11ഉം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം അവരുടെ ഓപ്പോസിറ്റ് സോണിൽ. അതുപോലെ മിഡ് സോൺ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടീം ടാക്ടിക്സ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഫോഴ്സ് ഇൻ ചെയ്യുന്ന ടീമുണ്ട്, ഫോഴ്സ് ഔട്ട് ചെയ്യുന്ന ടീമുണ്ട്, അത് അഗെയിൻ ഡിപ്പെൻഡ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ വിങ്ങേഴ്സിനും 1v1 ഡിഫെൻഡിങ്ങിലും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.